ഹായ് ഹലോ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫേസ് പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹെയർ പാക്ക് നമുക്ക് ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളൊരു ഫേസ് പാക്കാണിത്. അത് ഫ്രീ റാഡിക്കലുകളെയൊക്കെ നിർവീര്യമാക്കാനും ശരീരത്തിലെ കോശങ്ങളുടെ ഡാമേജിൽ നിന്ന് സംരക്ഷിക്കുവാനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അതേപോലെ തന്നെ യുവത്വം നിലനിർത്താനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ താഴെ ഒന്ന് ഹായ് എന്നൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ചെമ്പരത്തി പൂക്കൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കുന്നത്. വീട്ടിൽ ചെമ്പരത്തി പൂക്കൾ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് അടുത്ത വീടുകളിൽ വഴിയിലൊക്കെ ഉറപ്പായിട്ടും കാണും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്ക് സംഘടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം നമ്മളിവിടെ 4 ചെമ്പരത്തി പൂക്കളാണ് എടുത്തിരിക്കുന്നത്. ഇത് പ്രായത്തിൻ്റെ പാടുകൾ ഏജ് സ്പോട്ടൊക്കെ മാറാനും അതേപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് അതൊക്കെ മങ്ങിക്കിട്ടാനും സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അതുപോലെ തന്നെ കളറിലെ വ്യത്യാസം, ചില സ്ഥലങ്ങളിൽ നല്ല നിറവും ചില സമയത്ത് ഡാർക്കായിട്ടുള്ള സ്കിന്നും ഉള്ള ആൾക്കാരില്ലേ, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ബെസ്റ്റാണ്. അതൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അതേപോലെ നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ്. അതുകൊണ്ട് തന്നെ ചർമ്മത്തെ പ്രായമാകുന്നതിൻ്റെ ലക്ഷണത്തിൽ നിന്ന് തടയുകയും ചർമ്മത്തിന് നല്ല ആരോഗ്യം നൽകാൻ സഹായിക്കുകയും ചെയ്യുന്നു. ചെമ്പരത്തി പൂക്കൾ കഴുകി അടർത്തി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 10 തുളസിയില കൂടി എടുത്തിട്ടുണ്ട്. ഇത് പാടുകൾ പോകാനൊക്കെ നല്ലതാണ്. അതേപോലെ 2 സ്പൂൺ തൈര് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മുഖക്കുരുവുള്ള ചർമ്മക്കാരാണെങ്കിൽ പാട മാറ്റിയ പാലുപയോഗിച്ചുണ്ടാക്കിയ തൈര് വേണം എടുക്കാനായിട്ട്. ഒരുപാട് ഓയിലി ആയിട്ടുള്ള ചർമ്മക്കാർക്ക് ഈ പാക്കിൽ അവർക്ക് റോസ് വാട്ടർ കൂടി ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ അമിതമായിട്ട് ഡ്രൈ ആയിട്ടുള്ള ചർമ്മക്കാരാണെങ്കിൽ തേൻ, കറ്റാർവാഴ ജെല്ല് ഇതൊക്കെ ചേർക്കുന്നത് കൂടുതൽ നല്ലതാണ്. അതേപോലെ തന്നെ നോർമൽ ചർമ്മക്കാർക്ക് തൈര്, തേൻ ഇതൊക്കെ ചേർക്കാം. അപ്പോൾ ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ചന്ദനപ്പൊടി അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആ തൈര് കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കാനാണ് പോകുന്നത്. സെൻസിറ്റീവ് ആയിട്ടുള്ള ചർമ്മക്കാർക്കാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഓട്സ് പൊടി, റോസ് വാട്ടർ ചേർക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. ഇപ്പോൾ സാധാരണ നോർമലി എല്ലാവർക്കും നമ്മൾ ഈ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. കൂടുതൽ പ്രശ്നമുള്ളവരുടെ കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. ഈ പാക്ക് നമുക്ക് മുഖത്ത് പുരട്ടി 10-15 മിനിറ്റിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയാവുന്നതാണ്. ചർമ്മത്തിന് നല്ല മൃദുത്വവും തിളക്കവും ഒക്കെ നൽകാൻ ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. അപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ചർമ്മക്കാർ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ ഇടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അവർക്ക് അനുയോജ്യമായിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ഇടുക. കാര്യം ചെമ്പരത്തിയിൽ പ്രകൃതിദത്തമായിട്ട് തന്നെ AHA ആൽഫ ഹൈഡ്രോക്സി ആസിഡ് അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ചർമ്മത്തിന് അല്പം സെൻസിറ്റിവിറ്റി അവർക്കുണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ പാക്ക് നമ്മളെപ്പോഴും ഇടുമ്പോൾ വൈകുന്നേരം വേണം ഇടാനായിട്ട്. സൺലൈറ്റ് നല്ല രീതിയിലുള്ള സമയത്ത് നമ്മൾ ഇട്ടതിന് ശേഷം ഉടനെ വെയിലത്ത് പോകുന്നതൊക്കെ ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോൾ. അത് ഏത് ഫേസ് പാക്ക് ആണെങ്കിലും അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് കൂടുതൽ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.